കല്യാണം കഴിക്കുക, അത് ഒരാളെ തന്നെ കഴിക്കുക, ഒരു ഭാര്യ ഒരു ഭർത്താവ്, അത് മതി. അല്ലെങ്കിൽ അതിനപ്പുറമൊന്നുമില്ല. അതിന് തന്റെ കുഞ്ഞുങ്ങൾ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അല്ലെ. അപ്പൊ അതിനേക്കാളും വിപരീതമായ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്ന എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഈയിടെ ഒരു കുറെ അധികം ആൾക്കാരുടെ വീഡിയോസ് കണ്ടു. പിന്നെ നമ്മുടെ മുന്നിലൊരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. അപ്പം അതിനെ കുറിച്ചൊക്കെ കുറച്ച് പറയാനാണ് വന്നത്. നമ്മുടെ ബിഗ് ബോസ് താരത്തിൽ ഒരാളായ ബഷീർ ബഷി കൂടുതൽ വളച്ചിരുന്നില്ല. അപ്പം അദ്ദേഹത്തിന്റെ വൈഫ് സുഹാനയുടെ ഒരു വീഡിയോ വന്നിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെയോ കുറിച്ച് പറയണമെന്ന് തോന്നി. അപ്പം ശരി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020@2025. ഞാൻ പാർവതി. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ബഷീർ ബഷീറിന്റെ കുടുംബം. സുഹാനയാണ് ബഷീർ ബഷിയുടെ ഫസ്റ്റ് വൈഫ്. സെക്കൻഡ് വൈഫ് മഷൂറ. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതിനു മുമ്പ് ഒരു കഥാപാത്രം വന്നിരുന്നു. ഞാൻ അവരെയൊക്കെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അപ്പം ഈ മഷൂറയും നമ്മുടെ സുഹാനയും കൂടാതെ അയാൾക്ക് വേറൊരു വൈഫ് ഉണ്ട്. ലിവിങ് ടുഗർ സെറ്റപ്പിൽ ജീവിച്ച ഒരു വൈഫാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ അവര് കല്യാണമൊക്കെ കഴിച്ചു വേറെ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ നമുക്ക് അവരുടെ ഇതിനകത്ത് തൊട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഓക്കെ. അപ്പം ഇതിനകത്ത് ഈയിടെ ഒരു സുഹാനയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ആണ് ഇപ്പോഴത്തെ പ്രശ്നം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അൺഹെൽത്തി സ്റ്റൈലിൽ നിന്ന് ഹെൽത്തിലോട്ട് തന്നെ വന്ന പഴയതുപോലെ. പക്ഷേ ക്രേവിങ്സ് അതാണ് പിടിച്ചു വെക്കാൻ പറ്റുക. അല്ല കുഴപ്പമില്ല. ഈ 2 ദിവസം മറ്റേ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് കൈവിട്ട് പോയത്. കുഴപ്പമില്ല, ഞാൻ പിടിച്ചെടുക്കും. കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പോൾ ഇത്ര നേരം വിചാരിക്കണ്ടാവും ഇപ്പോൾ ഇതെന്താണ് സുഹാന മാത്രമേ ഉള്ളല്ലാന്നല്ലേ. യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പോൾ മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷു വീഡിയോ എടുക്കുന്നുണ്ട്. എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇടുന്നതെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ അറിയണമായിരിക്കും. മഷുവും ബഷിയും എബ്രവും ബാങ്കോക്കിലാണ് ഗൈസ്. എല്ലാം പെട്ടെന്നായിരുന്നു. ബാങ്കോക്കിലോട്ട് ഇപ്പം അതിനകത്ത് അത്രയും സംഭവം നമുക്ക് കട്ട് ചെയ്തെഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാഡായിട്ടിരിക്കുന്ന ഒരു സുഹാനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സെക്കൻഡ് വൈഫിനെയും കൊച്ചിനെയും കൊണ്ട് ബാങ്കോക്കിലോട്ട് അടിച്ചു പൊളിക്കാൻ പോയ നമ്മുടെ ബഷീർ ബഷിയുടെ ഒരു മുഖം. അപ്പൊ അവിടെ താനും തന്റെ അതായത് സുഹാനയുടെ മക്കളും ഇവിടെ നാട്ടിലാണ്. ഞങ്ങളെ കൊണ്ടുപോയില്ല, ഇപ്പം മഷൂറയാണ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ വീഡിയോസ് ഇപ്പൊ വൈറലായേക്കുന്നത്. അപ്പം പിന്നീട് ഇവരെല്ലാം ഒന്നിച്ചു വരികയും പിന്നെ ഒന്നിച്ചൊരു വീഡിയോസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഇവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് സുഹാനയുടെ കാര്യത്തിൽ ശരിക്കും വിഷമം തോന്നാറുണ്ട്. പേഴ്സണൽ ഓരോ വീഡിയോസ് കാണുമ്പോഴും എന്താണ് നമുക്ക് തോന്നാറുണ്ട്. ഏതൊരു പെണ്ണിനും നമുക്ക് തോന്നും. കാരണം എന്നോട് ചോദിക്കുക, എന്റെ കെട്ടിയവൻ വേറൊരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയാണ് ഇത് എന്റെ രണ്ടാമത്തെ വൈഫാണ്, ഇവരും നമ്മളോടൊപ്പം ഈ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നെടാവേ, സത്യം വിയൂർ ജയിലിൽ പോയി കടന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ജയിൽവാസം കിട്ടിയാലും കുഴപ്പമില്ല, എന്റെ മക്കൾ എങ്ങനെയും ജീവിച്ചോളും ഞാൻ അങ്ങ് വിചാരിക്കും. അത്തരത്തിലൊരു മൈൻഡാണ് എനിക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡിനെ അതുപോലെ സ്നേഹിക്കുന്നു. അതുതന്നെ ഹസ്ബൻഡ് എന്നേലും തിരിച്ചതുപോലെ സ്നേഹിക്കണം. ഒരു വൈഫ് ഒരു ഹസ്ബൻഡ്, അത് മതി എന്നുള്ള കൺസെപ്റ്റാണ് എനിക്ക്. കാരണം ഞാൻ അത്ര പുരോഗമന ചിന്താഗതി ഒന്നുള്ള വ്യക്തിയൊന്നുമല്ല. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ എന്നെ പോലെ തന്നെ ആയിരിക്കും പലരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ എനിക്കൊന്നും അത് ഇവരെ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു ഭാരം പോലെയാണ്. പിന്നെ അവർക്കൊരു കുഴപ്പമില്ല. സുഹാന തന്നെ എപ്പോഴും ഒന്ന് പറയാറുണ്ട് എനിക്ക് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്കാണ് പ്രശ്നം. സുഹാന എങ്ങനെ പറ്റണം, എങ്ങനെ സഹിക്കണം. ഞാൻ ഇത് കല്യാണം കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ കൊച്ചുമായി ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഒരു ഇന്റർവ്യൂവിനകത്തോ സുഹാന വന്ന് പറയണ്ടാവോ എന്റെ പൊന്നിടാവോ അവരെ കല്യാണവും കഴിഞ്ഞു, 5 വർഷവും കഴിഞ്ഞു, അവർക്കൊരു കുട്ടിയുമായി, പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ അത് ശരിയാണ്, എന്താണ് പ്രശ്നം? അവരില്ലാത്ത പ്രശ്നം നമുക്ക് എന്താണ് അല്ലേ? അപ്പൊ എന്തൊക്കെയോ. പക്ഷെ അങ്ങനെയൊക്കെ സുഹാന പറയുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു പെണ്ണാടേ, ഒരു പെണ്ണിന്റെ മനസ്സറിയാം. അത്രമാത്രം ഒന്നും ചിന്തിച്ച് ഒന്നും ഒരു പെണ്ണിനും പറ്റത്തില്ല. അത് എത്രയാന്ന് പറഞ്ഞാലും ഒരു പെണ്ണുങ്ങൾക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് സുഹാന എത്ര പറഞ്ഞാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാനോട്ട് പോകുന്നുമില്ല. അപ്പം പിന്നെ മേ ബി അന്നത്തെ സുഹാനയുടെ സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ വേറെ ഇടമില്ല. അവര് ക്രിസ്ത്യൻ റിലീജിയൻപ്പെട്ട ഒരു ഇതാണ് ബഷീർ ബഷിയുടെ കൂടെ വന്ന കാരണം. പിന്നെ പൂർണ്ണമായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കുന്നു. 2 മക്കളാണ്. അവരവിടെ തീർന്നു പോകും. പിന്നീട് അതിനുശേഷം മഷൂറൊക്കെ വന്നതിന് ശേഷമാണ് ഇവര് ഒരു യൂട്യൂബ് ചാനലൊക്കെ പിന്നെ പതുക്കെ ഇവർ ഇത്രയും പോപ്പുലറായി വന്നത്. അന്നൊന്നും അവർക്ക് ഇത്രയും ഒരു തന്റെ ഇടമില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ മേ ബി സമ്മതിച്ചു പോയതായിരിക്കും. എന്തായാലും അവര് അവരുടെ മക്കൾക്ക് വേണ്ടി ഒതുങ്ങി കൂടി ജീവിക്കുക എന്നുള്ളതിൽ 110% ഉറപ്പാണ്. അവരവരുടെ മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. അവർക്ക് ഒരു 100-150% അവർക്ക് മനസ്സിൽ നല്ല പെയിൻ ഉണ്ടാവും. പിന്നെ അവരതുമായിട്ട് അഡ്ജസ്റ്റ് ആകുകയാണ്. അതൊക്കെ മഷൂറയും എല്ലാവരും ചോദിക്കാം ആദ്യത്തെ ഭാര്യയുമായിട്ട് പോയി കൂടായിരുന്നു എന്ന് വെച്ചാൽ അവര് രണ്ടാമതൊരു വിവാഹം കഴിച്ച വ്യക്തിയല്ല മഷൂറയുടെ ആദ്യത്തെ ഹസ്ബൻഡാണ് ബഷീർ ബഷി. അവർക്ക് പോകാം, അവർ ഹസ്ബൻഡാണ്.
അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ പേഴ്സണലായിട്ട് വേണമെന്ന് തോന്നി അവര് ഔട്ടിങ്ങിന് പോയി. എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല അതില്. പിന്നെ അവർക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാല് നമുക്കാണ് ആ പ്രശ്നം. ശരിയാണ്, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് തന്നെ പ്രശ്നം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കത് കാണാം. അപ്പം ഇപ്പം മുമ്പേ മുതൽ പണ്ടേ മുതൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അവർക്കറിയാം ഞങ്ങളുടെ ഫാമിലിയുടെ ആ ഒരു ബോണ്ട് എന്താണെന്നുള്ളത് അവർക്കറിയാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വരണ്ട, അല്ലെങ്കിൽ അവര് വിഷമിക്കണ്ട, നമ്മുടെ ഫാമിലി എന്താ അടിച്ചു പിരിഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് അറിയാൻ പാടില്ലാത്തവർ അറിഞ്ഞോട്ടെ ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള അറിഞ്ഞോട്ടെ എന്ന് ാനും അടിച്ചു പൊളിച്ച് നടക്കാനും അങ്ങനെയൊക്കെ വേണം. അത് 100-110%. അവൻ ആ മക്കളെ പോലും അവന് ഇത് ഒരു ഇതുമില്ല. പിന്നെ ആ മക്കളെ നിങ്ങൾ 3 പേരും എന്താണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ഇവർക്ക് 3 പേർക്കും കൂടെ 3 മക്കളുണ്ട്. അപ്പൊ ഇവര് എന്താണ് ആ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അവരെന്താണ് കണ്ടു വളരുന്നത്? തന്റെ അച്ഛന് 2 ഭാര്യമാര്, 2 പേരെ ഒരുപോലെ കൊഞ്ചിക്കുന്നു, ഒരുപോലെ കൊണ്ടു നടക്കുന്നു. പിന്നെ ഇവരുടെ സ്ക്രീനിന്റെ അപ്പുറം എന്താ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഒരു സ്ക്രീനിൽ മാത്രമേ ഇവരെ കണ്ടുള്ളൂ. അതിന്റെ ബാക്കിൽ എന്താ നമുക്ക് അറിയത്തില്ല. ഇവരുടെ വീട്ടിൽ നടക്കുന്ന എന്താ സംഭവം നമുക്ക് അറിയത്തില്ല. സ്ക്രീനിൽ വരുമ്പോഴേ കളിച്ച് ചിരിച്ചും തന്നെ. എന്താണെങ്കിലും ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഫാമിലിയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്തൊക്കെയോ ഒരു പുകയും മറയൊക്കെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അവരായി അവർ പാടായി. പിന്നെ ഈ വീഡിയോസ് ഇങ്ങനെ കടന്ന് ഓടുന്ന കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാലോ ഓർത്തുകൊണ്ട് പറഞ്ഞാണ്. പേഴ്സണലി എനിക്ക് ജീവിതത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്കാണോ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനുമില്ല. അപ്പൊ ഗൈസ്, ഇവരുടെ ജീവിതവും നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇവരുടെ ഒരു ജീവിതത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇപ്പം വളരെ വ്യൂസ് കുറവാണ്. നിങ്ങൾ കമന്റ്, ലൈക്ക്, ഷെയർ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് അൽഗോരിതം ഇത് നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്ത് വരികയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ചാനൽ പോലെ നമുക്ക് മോണിറ്റൈസ് ആയി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.